എന്താണ് ബാങ്ക് സീഡിംഗ് എന്ന് പറയുന്നത്? ആധാറിൽ കാണപ്പെടുന്ന ആധാറിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണുന്നതാണ് ബാങ്ക് സീഡിംഗ്. ഇവിടെ ഇപ്പോൾ എന്താ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് HDFC ബാങ്ക് ലിമിറ്റഡ് ബാങ്ക് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ഇന്നാക്റ്റീവ് എന്നാണ്. ആക്ച്വലി എനിക്ക് HDFCയിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് ഇല്ല. ഒരു 10 കൊല്ലങ്ങൾക്ക് മുന്നേ എപ്പോഴോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഉള്ളത് SBIയിലെ അക്കൗണ്ടാണ്. പക്ഷേ അതിൽ ഞാൻ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആധാറിൻ്റെ വെബ്സൈറ്റിനകത്ത് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നില്ല. എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ ഞാൻ എൻ്റെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് KYC അപ്ഡേഷൻ മാത്രമാണ്. പക്ഷേ ബാങ്ക് സീഡിങ്ങായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ബാങ്ക് സീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NPCI എന്ന് പറയുന്ന ഒരു പേയ്മെൻ്റ് ഉണ്ട്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. DBT എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ മെത്തേഡുണ്ട്. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് പെൻഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ LPGയുടെ സബ്സിഡി, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിരിക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് OTP വരുന്നത് നമ്മൾ KYC മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. KYC അപ്ഡേറ്റ് ചെയ്യുന്ന കസ്റ്റമറെ അറിയുന്നതിന് വേണ്ടിയിട്ട്, കസ്റ്റമറുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഈ ഒരു NPCI DBT എന്ന് പറയുന്നത് നമുക്കൊരു സബ്സിഡി, നമുക്ക് എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കും ബാങ്ക് സീഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കും ആധാർ. ഇതിന് ആകെ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് ഇതേ കണക്ക് സബ്സിഡിക്ക് വേണ്ടിയിട്ടാണ് DBT ചെയ്യണം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് ആയാലും എന്തെങ്കിലും LPGയുടെ എന്തെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഒന്നുകിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ പോയി ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ SBI കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് യോനോയിൽ കയറിയിട്ട് ഈ സർവീസിനകത്ത് ബാങ്ക് സീഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് ചെയ്യാം. പക്ഷേ 2 to 5 days എടുക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ, നമ്മൾ ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ അതിൽ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ, നമ്മൾ ഏത് ബാങ്കാണെന്നും ആ ബാങ്കിൽ ആക്റ്റീവ് ആണെന്നും ഉള്ള ഡീറ്റെയിൽ കാണിക്കുകയുള്ളൂ. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ കസ്റ്റമർ പോയിട്ട് പറയും നമ്മുടെ ആധാർ ലിങ്കിങ് അല്ല എന്നാണ് പറയുന്നത്. ബാങ്കുകാർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. DBT എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സീഡിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ബാങ്കിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അവരുടെ അടുത്ത് പോയിട്ട് പറയുക NPCIയുടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, NPCIയുടെ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ ബാങ്ക് സീഡിങ് അത് പ്രോപ്പറായി ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് പ്രോസസ്സ് കംപ്ലീറ്റായി നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ വിവരം എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന് നന്ദിയുണ്ട്. താങ്ക് യു.